ഹസ്തിനാപുരത്തിലെത്തിയ ദ്രോണർ അധികം ആരെയും അറിയിക്കാതെ കൃപാചാര്യരുടെ ഭവനത്തിൽ താമസിക്കുന്ന കാലം. ഒരു നാൾ രാജകുമാരന്മാർ മൈതാനത്ത് പന്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവരുടെ പന്ത് അടുത്തുള്ള കിണറ്റിൽ ചെന്നു വീണു. അതെടുക്കാൻ അവർ പലവിധത്തിലും പരിശ്രമിച്ചു നോക്കിയെങ്കിലും എല്ലാം നിഷ്ഫലമായി. കുമാരന്മാർ പന്തെടുക്കാൻ കഴിയാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ദ്രോണാചാര്യർ അതുവഴി ചെന്നത്. അദ്ദേഹത്തെ കണ്ട കുമാരന്മാർ അടുത്തു ചെന്ന് പന്തെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിച്ചു. അത് കേട്ട ദ്രോണാചാര്യർ പറഞ്ഞു, നിങ്ങളെല്ലാം അസ്ത്രവിദ്യ പഠിച്ച ക്ഷത്രിയ കുമാരന്മാരാണ്. എന്നിട്ടും കിണറ്റിൽ വീണ പന്തെടുക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ വലിയ കഷ്ടം തന്നെ. ഞാൻ നിങ്ങളുടെ പന്തും എന്റെ ഈ മോതിരവും കൂടി ഈ പുല്ലുകൾ കൊണ്ട് എടുത്തു തരാം. പക്ഷേ എനിക്ക് ഭക്ഷണത്തിനുള്ള വക നിങ്ങൾ തരണം. ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹം തന്റെ വിരലിലുണ്ടായിരുന്ന മോതിരവും കിണറ്റിലേക്ക് ഇട്ടു. അത് കേട്ട് യുധിഷ്ഠിരൻ പറഞ്ഞു, മഹാത്മൻ, അങ്ങ് ഞങ്ങളുടെ ഗുരുവായ കൃപാചാര്യരുടെ അനുമതിയോടെ ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് ശാശ്വതമായ ഭിക്ഷ സ്വീകരിച്ചാലും. ശേഷം ദ്രോണാചാര്യർ നിരത്തു നിന്നും കുറച്ച് ഏരകപ്പുല്ല് പറിച്ചെടുത്ത് ഓരോ പുല്ലായി മന്ത്രം ജപിച്ച് കിണറ്റിലേക്കിട്ടു. ആദ്യത്തെ പുല്ല് പോയി പന്തിൽ തറച്ചു നിന്നു. പിന്നീട് ഓരോ പുല്ലും ഒന്നിനു മുകളിൽ മറ്റൊന്നായി തറച്ചു നിന്നു. പിന്നീട് ആ പുല്ലിലൂടെ ദ്രോണർ അനായാസേന പന്ത് പുറത്തേക്കെടുത്തു. രാജകുമാരന്മാരത് ആശ്ചര്യത്തോടെ നോക്കി നിന്നു. പിന്നീട് ഒരു അമ്പും വില്ലും കൂടി എടുത്ത് അമ്പ് കിണറ്റിലേക്ക് എയ്ത് ആ മോതിരവും അദ്ദേഹം പുറത്തേക്കെടുത്തു. ഈ അത്ഭുത വിദ്യ കണ്ട് ആശ്ചര്യചകിതരായ കുമാരന്മാർ വേഗം കൊട്ടാരത്തിലേക്ക് ഓടിപ്പോയി ഭീഷ്മ പിതാമഹനെ കണ്ട് നടന്ന കാര്യങ്ങളെല്ലാം വിസ്തരിച്ചു പറഞ്ഞു. കുമാരന്മാരുടെ വിവരണം കേട്ട ഭീഷ്മർക്ക് അധികം ആലോചിക്കാതെ തന്നെ അത് ദ്രോണാചാര്യനായിരിക്കുമെന്ന് മനസ്സിലായി. ഉടനെ ദ്രോണരെ ആളയച്ചു വരുത്തി ഭീഷ്മർ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞു. ദ്രോണർ തന്റെ കഥ വിസ്തരിച്ചു പറഞ്ഞു. അച്ഛനിൽ നിന്നും അസ്ത്രവിദ്യകളെല്ലാം അഭ്യസിച്ചതും കൃപിയെ വിവാഹം ചെയ്തതും അശ്വത്ഥമാവ് ജനിച്ചതും പരശുരാമനിൽ നിന്നും ധനുർവിദ്യാജ്ഞാനം ലഭിച്ചതും പിന്നെ കാലങ്ങളായി താൻ നേരിടുന്ന കടുത്ത ദാരിദ്ര്യത്തെക്കുറിച്ചും ദാരിദ്ര്യത്തിന്റെ ആഴമറിയിക്കുവാനായി അശ്വത്ഥമാവിന് നേരിടേണ്ടി വന്ന ഒരു അപമാനത്തെക്കുറിച്ചും ദ്രോണർ വിവരിച്ചു. ഒരു ദിവസം ധനികരുടെ കുട്ടികൾ പാൽ കുടിക്കുന്നത് കണ്ട് അശ്വത്ഥമാവിനും പാൽ കുടിക്കാൻ ആഗ്രഹമുണ്ടായി. താൻ എത്ര തന്നെ ശ്രമിച്ചിട്ടും ഒരു പശുവിനെ നേടിയെടുക്കുവാൻ സാധിച്ചില്ല. പിന്നെ ഒരു ദിവസം അശ്വത്ഥമാവ് പാലിന് വേണ്ടി കരയുന്നത് കണ്ട ധനിക ബാലന്മാർ അരിമാവ് വെള്ളത്തിൽ കലക്കി അത് പാലാണെന്ന് പറഞ്ഞ് അവന് കൊടുത്തു. അവനത് അങ്ങനെ തന്നെ കുടിക്കുകയും ചെയ്തു. പാല് കുടിച്ചു എന്ന ധാരണയിൽ സന്തോഷത്തോടെ തുള്ളിച്ചാടുന്ന തന്റെ പുത്രനെ അവരെല്ലാം പരിഹസിക്കുന്നത് എനിക്ക് കണ്ടു നിൽക്കേണ്ടി വന്നു. അതിനുശേഷമാണ് താൻ ബാല്യകാല സുഹൃത്തായിരുന്ന ദ്രുപദനെ കാണുവാൻ ചെന്നത്. എന്നാൽ അവിടെ നിന്നും അപമാനം മാത്രമായിരുന്നു ലഭിച്ചത്. ഇനി ഞാൻ ആഗ്രഹിക്കുന്നത് ഗുണശാലികളും യോഗ്യരുമായ ശിഷ്യരെയാണ്. അതിനായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ദ്രോണരുടെ വാക്കുകൾ കേട്ട ഭീഷ്മർ പറഞ്ഞു, ഞങ്ങളുടെ ഭാഗ്യം കൊണ്ടാണ് അങ്ങ് ഇവിടെ എത്തിയത്. ഇതൊരു അനുഗ്രഹമായാണ് ഞാൻ കാണുന്നത്. അങ്ങ് ഇവിടെ സുഖമായി താമസിച്ച് ഞങ്ങളുടെ രാജകുമാരന്മാർക്ക് അസ്ത്രവിദ്യയിൽ ഉപരിപഠനം നൽകിയാലും. ശേഷം ഭീഷ്മർ ദ്രോണർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്ത് രാജകുമാരന്മാരെ അദ്ദേഹത്തിന്റെ ശിഷ്യരായി ഏൽപ്പിച്ചു കൊടുത്തു. വിദ്യാഭ്യാസം തുടങ്ങുന്നതിന് മുമ്പ് ദ്രോണർ എല്ലാ കുമാരന്മാരെയും തന്റെ അടുക്കൽ വിളിച്ചു വരുത്തി ഇങ്ങനെ പറഞ്ഞു, കുട്ടികളെ, ഞാൻ എന്റെ മനസ്സിൽ ഒരു പ്രത്യേക കാര്യം കരുതുന്നുണ്ട്. അസ്ത്രാഭ്യാസം കഴിഞ്ഞ് നിങ്ങളെല്ലാം വലിയ വീരന്മാരായാൽ എനിക്ക് ആ കാര്യം സാധിപ്പിച്ചു തരണം. അത് കേട്ട കുമാരന്മാർ ഒന്നും മിണ്ടാതെ നിന്നു. എന്നാൽ അർജുനൻ മുന്നോട്ട് വന്ന് പറഞ്ഞു, കാര്യം എന്തു തന്നെയായാലും ഞാനത് സാധിപ്പിച്ചു തന്നുകൊള്ളാം. അത് കേട്ട ആചാര്യൻ അർജുനനെ അടുത്തു വിളിച്ച് സ്നേഹത്തോടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. ദ്രോണർ പാണ്ഡവ കൗരവ കുമാരന്മാരെ എല്ലാവരെയും പല വിധത്തിലുള്ള അസ്ത്രവിദ്യകളും പഠിപ്പിച്ചു. അദ്ദേഹത്തിന്റെ അധ്യാപന നൈപുണ്യത്തെ പറ്റി കേട്ടറിഞ്ഞ് അസ്ത്രവിദ്യ പഠിക്കുവാൻ മറ്റു പല കുമാരന്മാരും അവിടെ വന്നു ചേർന്നു. അതിലൊരാളാണ് അതിരഥന്റെ പുത്രനായ വസുഷേനൻ അഥവാ കർണൻ. അദ്ദേഹം എല്ലാവരെയും ഒരുപോലെ പഠിപ്പിച്ചെങ്കിലും എല്ലാത്തിലും ഒന്നാമനായി നിന്നത് അർജുനൻ തന്നെയായിരുന്നു. ഒരു ദിവസം രാത്രി വില്ലിന്റെ ഞാനൊലി ശബ്ദം കേട്ട് ദ്രോണാചാര്യൻ ഉറക്കത്തിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റു. പുറത്തു വന്നു നോക്കിയ അദ്ദേഹം കണ്ടത് ഇരുട്ടത്ത് നിന്നുകൊണ്ട് അസ്ത്രമേത് പഠിക്കുന്ന അർജുനനെയായിരുന്നു. അത് കണ്ട് സന്തുഷ്ടനായ ആചാര്യൻ അർജുനനോട് പറഞ്ഞു, നിന്നോട് തുല്യനായി വേറെ വില്ലാളികൾ ഇല്ലാതാവുന്ന വിധം നിന്നെ ഞാൻ പഠിപ്പിക്കുന്നതാണ്. ഇതെന്റെ സത്യമാണ്. അങ്ങനെയിരിക്കെ ഒരു ദിവസം നിഷാദ രാജാവായ ഹിരണ്യധനുസിന്റെ പുത്രനായ ഏകലവ്യൻ ആചാര്യന്റെ ആശ്രമത്തിലെത്തി തന്നെ ശിഷ്യനായി സ്വീകരിക്കുവാൻ അപേക്ഷിച്ചു.
എന്നാൽ മറ്റു കുമാരന്മാർക്കൊപ്പം ഒരു നിഷാദനെ സ്വീകരിക്കുവാൻ അദ്ദേഹം മടിച്ചു. എങ്കിലും ഏകലവ്യൻ ദ്രോണരെ ബഹുമാനത്തോടെ നമസ്കരിച്ച് അവിടെ നിന്നും പുറപ്പെട്ടു. ശേഷം കാട്ടിൽ ചെന്ന് ആചാര്യന്റെ രൂപം മണ്ണ് കൊണ്ടുണ്ടാക്കി ആ പ്രതിമയുടെ മുന്നിൽ വെച്ച് അസ്ത്രാഭ്യാസം സ്വയം പരിശീലിച്ചു. ദിവസങ്ങൾ കടന്നുപോയപ്പോൾ ഒരിക്കൽ രാജകുമാരന്മാർ ദ്രോണരുടെ നിർദ്ദേശമനുസരിച്ച് നായാട്ടിന് കാട്ടിലേക്ക് പുറപ്പെട്ടു. കാട്ടിൽ വെച്ച് അവരുടെ കൂടെ ഉണ്ടായിരുന്ന നായ ഒരു വികൃത വേഷധാരിയായ നിഷാദകുമാരനെ കണ്ട് അടുത്തേക്ക് ഓടിച്ചെന്നു. അയാൾ ഉടനെ കുരയ്ക്കുന്ന നായയുടെ വായിലേക്ക് 7 അമ്പുകൾ ഒന്നിച്ചയച്ചു. വായിൽ അമ്പുകൾ കൊണ്ട നായ കുമാരന്മാരുടെ അടുത്തേക്ക് ഓടി വന്നു. അതുകണ്ട് അവർക്ക് അമ്പയച്ച ആളുടെ കൈവേഗത്തിൽ ആശ്ചര്യം തോന്നി. അവർ അവനെ അന്വേഷിച്ച് ചെല്ലുകയും കണ്ടുമുട്ടിയപ്പോൾ ആരാണെന്ന് ചോദിക്കുകയും ചെയ്തു. അതിനുത്തരമായി താൻ നിഷാദകുമാരൻ ഏകലവ്യനാണെന്നും ദ്രോണാചാര്യരുടെ ശിഷ്യനായി ധനുർവിദ്യ അഭ്യസിക്കുകയാണെന്നും പറഞ്ഞു. ദ്രോണ ശിഷ്യന്മാരിൽ തന്നെക്കാൾ സമർത്ഥനായി ഒരാളുണ്ടെന്ന് കേട്ടപ്പോൾ അർജുനൻ വിഷാദത്തിലായി. ആശ്രമത്തിൽ തിരിച്ചെത്തിയ അർജുനന്റെ മുഖത്തെ ദുഃഖം ശ്രദ്ധിച്ച ദ്രോണർ അതിന്റെ കാരണം എന്താണെന്ന് ആരാഞ്ഞു. വനത്തിൽ വെച്ചുണ്ടായ സംഭവങ്ങളെല്ലാം അർജുനൻ ആചാര്യനോട് വിവരിച്ചു. എല്ലാം കേട്ട ശേഷം ദ്രോണർ അർജുനനെയും കൂട്ടി ഏകലവ്യന്റെ അടുത്തേക്ക് ചെന്നു. ഗുരുവിനെ കണ്ട് നമസ്കരിച്ച് ഭക്തിയോടെ നിന്ന നിഷാദകുമാരനെ നോക്കി ദ്രോണർ പറഞ്ഞു, നീ എന്റെ ശിഷ്യനാണെന്നത് സത്യമാണെങ്കിൽ എനിക്ക് ഗുരുദക്ഷിണ നൽകേണ്ടതാണ്. അത് കേട്ട ഏകലവ്യനാകട്ടെ ഗുരു ആവശ്യപ്പെടുന്നത് എന്തും ദക്ഷിണയായി തരാൻ താൻ തയ്യാറാണെന്ന് മറുപടി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിന്റെ വലങ്കയിലെ പെരുവിരലാണ് തനിക്ക് ദക്ഷിണയായി വേണ്ടതെന്നായിരുന്നു ദ്രോണർ ആവശ്യപ്പെട്ടത്. സത്യസന്ധനായ ഏകലവ്യൻ യാതൊരു ഭാവഭേദവും കൂടാതെ തന്റെ കൈവിരലറുത്ത് ദ്രോണർക്ക് മുന്നിൽ കാഴ്ചവെച്ചു. ആചാര്യൻ അർജുനനോടൊപ്പം ആശ്രമത്തിലേക്ക് തിരികെ വരികയും ചെയ്തു. കാലം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ദ്രോണർ തന്റെ ശിഷ്യന്മാരെ ഒന്ന് പരീക്ഷിക്കുവാൻ തീർച്ചപ്പെടുത്തി. മരത്തിന്റെ മുകളിൽ ഒരു കൃത്രിമ പക്ഷിയെ ഉണ്ടാക്കി വെച്ച് എല്ലാ കുമാരന്മാരെയും അവിടേക്ക് വിളിച്ചു. എല്ലാവരോടും അമ്പും വില്ലും എടുത്ത് തയ്യാറായി നിൽക്കുവാനും പറഞ്ഞു. താൻ പറയുമ്പോൾ അമ്പയച്ച് ആ പക്ഷിയുടെ തല താഴെ വീഴ്ത്തണം. അതായിരുന്നു പരീക്ഷണം. ശേഷം അദ്ദേഹം ഓരോരുത്തരെയും വിളിച്ചു ചോദിച്ചു, പക്ഷിയെയും അതിരിക്കുന്ന മരത്തെയും അതിനു ചുറ്റുമുള്ള ആളുകളെയും കാണുന്നുണ്ടോ? എല്ലാവരും പറഞ്ഞു, കാണുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്. എന്നാൽ അർജുനൻ മാത്രം പറഞ്ഞു, താൻ പക്ഷിയുടെ തലയല്ലാതെ മറ്റൊന്നും കാണുന്നില്ല. അത് കേട്ട് ആചാര്യൻ സന്തുഷ്ടനായി അർജുനനോട് ശരമയക്കുവാൻ പറഞ്ഞു. അർജുനൻ ശരമയക്കുകയും പക്ഷിയുടെ തല താഴെ വീഴ്ത്തുകയും ചെയ്തു. അർജുനന്റെ ഏകാഗ്രതയിൽ സന്തുഷ്ടനായ ദ്രോണർ പിന്നീട് പല ദിവ്യാസ്ത്രങ്ങളും അവന് ഉപദേശിച്ചു കൊടുത്തു. പിന്നെ ഒരു നാൾ ദ്രോണർ ശിഷ്യരോടൊപ്പം ഗംഗയിൽ കുളിക്കുവാൻ ചെന്നു. വെള്ളത്തിൽ മുങ്ങിക്കുളിക്കവേ അദ്ദേഹത്തിന്റെ കാലിൽ ഒരു മുതല വന്ന് പിടികൂടി. അതിനെ അദ്ദേഹത്തിന് എളുപ്പത്തിൽ വിടുവിക്കുവാൻ കഴിയുമായിരുന്നുവെങ്കിലും അദ്ദേഹം ശിഷ്യർ കേൾക്കെ ഉറക്കെ നിലവിളിച്ച് തന്നെ രക്ഷിക്കുവാൻ പറഞ്ഞു. എല്ലാവരും ഭയന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. എന്നാൽ അർജുനൻ മാത്രം തന്റെ വില്ലെടുത്ത് ഒട്ടും പരിഭ്രമിക്കാതെ തുടരെ 5 ബാണങ്ങൾ ജലത്തിനടിയിലുള്ള മുതലയെ ലക്ഷ്യമാക്കി അയച്ചു. അതിനെ കൊന്നുകളഞ്ഞു. ഏറെ സന്തുഷ്ടനായ ആചാര്യൻ തന്റെ മുഴുവൻ ശിഷ്യന്മാരും കേൾക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇവൻ തന്നെയാണ് എന്റെ ശിഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠൻ. ശേഷം ബ്രഹ്മശിരസ് എന്ന അതിവിശിഷ്ടമായ അസ്ത്രം അദ്ദേഹം അർജുനന് ഉപദേശിച്ചു കൊടുത്തു. ശക്തരായ അമാനുഷികരായ ശത്രുക്കൾ ആക്രമിക്കാൻ എത്തുമ്പോൾ ഉപയോഗിക്കുവാനുള്ളതാണ് ഈ ദിവ്യാസ്ത്രം. ഇത്തരത്തിലുള്ള അനേകം ദിവ്യാസ്ത്രങ്ങൾ നൽകിയതും അർജുനന് തുല്യനായ ഒരു ധനുർധരൻ ലോകത്ത് വേറെ ആരുമില്ല എന്ന് ആചാര്യൻ പറഞ്ഞതുമെല്ലാം കൗരവകുമാരന്മാരെ അസൂയാലുക്കളാക്കി. ഒരു നാൾ രാജസദസ്സിൽ ചെന്ന് ദ്രോണാചാര്യർ ധൃതരാഷ്ട്രരോട് പറഞ്ഞു, മഹാരാജൻ, കുട്ടികളുടെ പഠനമെല്ലാം ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു. ഇനി അങ്ങയുടെ അനുവാദമുണ്ടെങ്കിൽ അവർ രാജ്യസഭയിൽ തങ്ങളുടെ പാഠവും പ്രദർശിപ്പിക്കട്ടെ. അത് കേട്ട് പ്രസന്നനായ ധൃതരാഷ്ട്രർ അതിനുവേണ്ട ഒരുക്കങ്ങൾ ചെയ്യുവാൻ വിതുരരെ ഏർപ്പെടുത്തി. വിതുരരുടെ നേതൃത്വത്തിൽ ഉചിതമായ സ്ഥലം കണ്ടുപിടിക്കുകയും വേണ്ട സജ്ജീകരണങ്ങളെല്ലാം ചെയ്ത് പൗരജനങ്ങളെ അറിയിക്കുകയും ചെയ്തു. നിശ്ചിത ദിവസം വന്നെത്തി. കൊട്ടാരത്തിലുള്ളവരും പൊതുജനങ്ങളും വന്ന് കുമാരന്മാരുടെ അഭ്യാസങ്ങൾ കാണുവാനായി അക്ഷമരായി കാത്തുനിന്നു. ശേഷം ദ്രോണരുടെ നിർദ്ദേശമനുസരിച്ച് ഓരോ കുമാരന്മാരായി വന്ന് പല ആയുധങ്ങളുമേന്തി പലതരം യുദ്ധമുറകൾ പ്രദർശിപ്പിച്ചു. കാണികളുടെ ഹർഷാരവം കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി. അങ്ങനെ പലരുടെയും അഭ്യാസങ്ങൾ കഴിഞ്ഞ ശേഷം ഭീമനും ദുര്യോധനനും കയ്യിൽ ഗദകളുമേന്തി രംഗത്തേക്ക് വന്നു. ശേഷം ആചാര്യന്റെ അനുമതിയോടെ രണ്ടുപേരും പരസ്പരം ഗദായുദ്ധം തുടങ്ങി.
അവരുടെ ഭയങ്കരമായ യുദ്ധം കണ്ട് കാണികൾ തന്നെ രണ്ടായി പിരിഞ്ഞ് ആർപ്പുവിളികൾ തുടങ്ങി. അത് കൂടെ കേട്ടതും രണ്ടുപേരുടെയും വാശിയും വർദ്ധിച്ചു വന്നു. രംഗം കൈവിട്ടു പോകുമെന്ന് തോന്നിയപ്പോൾ പിടിച്ചു മാറ്റി യുദ്ധം അവസാനിപ്പിക്കുവാൻ ആചാര്യൻ അശ്വത്ഥാമാവനോട് പറഞ്ഞു. ഗുരുപുത്രൻ ഇടപെട്ട് രണ്ടുപേരെയും പിടിച്ചു മാറ്റി. രംഗം ശാന്തമായപ്പോൾ എല്ലാവരും കേൾക്കെ ദ്രോണർ ഉറക്കെ പ്രഖ്യാപിച്ചു, ഇനി വരാൻ പോകുന്നത് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനും ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ധനുർധരനുമായ അർജുനനാണ്. അവന്റെ ശസ്ത്ര നൈപുണ്യം കാണുവാൻ നിങ്ങൾക്കിതാ ഒരു അവസരം ലഭിക്കാൻ പോകുന്നു. ഗുരുദേവന്റെ അനുമതി ലഭിച്ചതോടെ പോർച്ചട്ടയണിഞ്ഞ് കയ്യിൽ അമ്പും വില്ലുമേന്തി അർജുനൻ രംഗത്തേക്ക് വന്നു. സാധാ അസ്ത്രങ്ങൾ കൊണ്ട് അഭ്യാസം കാണിച്ച ശേഷം നാഗാസ്ത്രം, ഗരുഡാസ്ത്രം, ആഗ്നേയാസ്ത്രം, വരുണാസ്ത്രം മുതലായ ദിവ്യാസ്ത്രങ്ങളും വളരെ ലാഘവത്തോടെ അർജുനൻ പ്രദർശിപ്പിച്ചു. ഇത് കണ്ട കാണികൾ സന്തോഷത്താലും അത്ഭുതത്താലും ആർപ്പു വിളിച്ചു. ഏറെ നേരത്തെ കരഘോഷങ്ങൾക്ക് ശേഷം രംഗം ശാന്തമായപ്പോൾ ജന്മസിദ്ധമായ സ്വർണ കവചവും ഉജ്ജ്വലമായ കർണഭൂഷണങ്ങളും അണിഞ്ഞ അതികായനായ ഒരു യുവാവ് രംഗത്തേക്ക് കയറി വന്നു. ശേഷം എല്ലാവരെയും നോക്കി ഇടിവെട്ടുന്ന ശബ്ദത്തിൽ പറഞ്ഞു, അർജുനൻ ഇവിടെ കാണിച്ച അഭ്യാസങ്ങളൊന്നും അത്ര വലിയ കാര്യമായിട്ടുള്ളതൊന്നുമല്ല. ഇതിലും മികച്ചത് ഞാൻ കാണിക്കാം. ദ്രോണരുടെ സമ്മതത്തോടെ തന്നെ അദ്ദേഹം തന്റെ അഭ്യാസങ്ങളെല്ലാം മികച്ച രീതിയിൽ അവിടെ കാഴ്ചവെച്ചു. അത് കണ്ട ദുര്യോധനൻ അവിടേക്ക് ഓടിച്ചെന്ന് സന്തോഷത്തോടെ ഹസ്തദാനം ചെയ്ത് അദ്ദേഹത്തോട് പറഞ്ഞു, എന്റെ ഭാഗ്യത്താലാണ് അങ്ങിപ്പോൾ ഇവിടെ എത്തിച്ചേർന്നത്. അങ്ങേക്ക് സ്വാഗതം. ഞാനും എന്റെ ഈ സോദരരും അങ്ങോട്ട് കടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം തിരിച്ചും ദുര്യോധനനെ ആശ്ലേഷിച്ചു. ശേഷം അർജുനനെ നിസാരനാക്കി പലതും പറഞ്ഞ ശേഷം തനിക്ക് അർജുനനോട് ദ്വന്ദ്വയുദ്ധം ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നും അദ്ദേഹം എല്ലാവരും കേൾക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ കൃപാചാര്യൻ മുന്നോട്ട് വന്ന് പറഞ്ഞു, ദ്വന്ദ്വയുദ്ധ മര്യാദ അനുസരിച്ച് സമന്മാർ തമ്മിലെ യുദ്ധമാകാവൂ. അർജുനനെ വെല്ലുവിളിക്കുന്ന നീ ആരെന്ന് പരിചയപ്പെടുത്തിയാലും. ഞാൻ കർണൻ. അദ്ദേഹം തന്റെ നാമം പറഞ്ഞു. അത് കേട്ട കൃപാചാര്യൻ തുടർന്നു, ഒരു രാജകുമാരനെ ദ്വന്ദ്വത്തിന് വിളിക്കേണ്ടത് മറ്റൊരു രാജകുമാരനോ രാജാവോ ആണ്. അർജുനൻ കുരുവംശജാതനാണ്, പാണ്ഡുവിന്റെ മാനസപുത്രനാണ്. നിന്റെയും കുലവും മാതാപിതാക്കളുടെ നാമവും പറഞ്ഞാലും അത് അറിഞ്ഞതിനു ശേഷമേ ദ്വന്ദ്വത്തിന് അനുവാദം തരുവാൻ സാധിക്കുകയുള്ളൂ. അത് കേട്ടപ്പോൾ കർണൻ ഒന്നും പറയാതെ തല താഴ്ത്തി നിന്നു. എന്നാൽ ദുര്യോധനൻ ഇടപെട്ടു. കർണന്റെ കുലത്തെ പറ്റി ചോദിക്കേണ്ടതില്ല എന്നും ഇന്നു മുതൽ കർണനെ താൻ അംഗരാജ്യത്തിന്റെ രാജാവാക്കി അഭിഷേകം ചെയ്യുകയാണെന്നും പറഞ്ഞു. ശേഷം ധൃതരാഷ്ട്രയുടെ അനുവാദത്തോടെ അവിടെ വെച്ച് തന്നെ കർണന്റെ അഭിഷേകവും നടത്തപ്പെട്ടു. താൻ ഇനിയെന്നും ദുര്യോധനന്റെ സുഹൃത്തും ഗുണകാംക്ഷിയുമായിരിക്കുമെന്ന് കർണനും പ്രതിജ്ഞയെടുത്തു. എന്നാൽ അപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചു. അർജുനനും കർണനും തമ്മിലുള്ള ദ്വന്ദ്വം നടന്നില്ല. ദുര്യോധനൻ കർണന്റെ കൈപിടിച്ചുകൊണ്ട് രംഗം വിട്ടിറങ്ങി. ദ്വന്ദ്വം നടന്നില്ല എങ്കിലും കാണികളിൽ ചിലർ അർജുനനെയും മറ്റു ചിലർ കർണനെയും പുകഴ്ത്തി. കുമാരന്മാരുടെ അരങ്ങേറ്റം അങ്ങനെ അവസാനിച്ചതിൽ ചിലർക്ക് വിഷമവും തോന്നി. ഒരു നാൾ കുമാരന്മാരെ എല്ലാം വിളിച്ചു വരുത്തി ആചാര്യൻ പറഞ്ഞു, നിങ്ങളുടെ പഠനം പൂർത്തിയായതിനാൽ എനിക്ക് ഗുരുദക്ഷിണ തരേണ്ട സമയമായിരിക്കുന്നു. ദക്ഷിണയായി എനിക്ക് വേണ്ടത് ധനമോ സ്വത്തോ ഒന്നുമല്ല. നിങ്ങൾ പാഞ്ചാല രാജ്യത്തിന്റെ അധിപനായ ദ്രുപദനെ ബന്ദിയാക്കി കൊണ്ടുവരണം. ഇത് കേട്ട കുമാരന്മാരെല്ലാവരും തന്നെ ആവേശത്തോടെ തങ്ങൾ തീർച്ചയായും അത് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. ശേഷം ദുര്യോധനാദികൾ കർണനെയും കൂട്ടി സൈന്യസമേതം പാഞ്ചാലത്തേക്ക് പുറപ്പെട്ടു. അവരുടെ ആവേശത്തോടെയുള്ള പോക്ക് കണ്ടപ്പോൾ പാണ്ഡവകുമാരന്മാർ കൂടെ പോകാതെ പുറകോട്ടേക്ക് മാറി നിന്നു. ദുര്യോധനന്റെ നേതൃത്വത്തിൽ കൗരവ സൈന്യം ദ്രുപദ രാജധാനി വളഞ്ഞു. ശേഷം ദ്രുപദന്റെ സൈന്യവുമായി ഭയങ്കരമായ ഒരു യുദ്ധം നടന്നെങ്കിലും അതീവ പരാക്രമിയായ ദ്രുപദനോട് പിടിച്ചു നിൽക്കുവാൻ അവരെ കൊണ്ട് സാധിച്ചില്ല. പരാജയം സമ്മതിച്ച് പിൻവാങ്ങേണ്ടി വന്നു. കൗരവപ്പട മടങ്ങിയെന്നറിഞ്ഞപ്പോൾ ദ്രോണരുടെ അനുഗ്രഹം വാങ്ങി അർജുനൻ ഒരു സൈന്യവുമായി പുറപ്പെട്ടു. ഭീമസേനനും നകുല സഹദേവന്മാരും അർജുനന്റെ സഹായത്തിനായി സൈന്യത്തിനൊപ്പം പോയി. വിജയലഹരിയിൽ ആർത്തിരമ്പി നിന്ന പാഞ്ചാല സൈന്യത്തെ ഭീമൻ തന്റെ ഗദയാൽ തച്ചുടച്ചു. അർജുനൻ ദ്രുപദനോട് നേരിട്ടേറ്റുമുട്ടി. ഏറെ നേരം രണ്ടുപേരും വാശിയോടെ പോരാടിയെങ്കിലും ഒടുവിൽ അർജുനൻ ദ്രുപദന്റെ തേരാളിയെയും കുതിരകളെയും നശിപ്പിച്ച് രഥത്തിൽ ചാടിക്കയറി ദ്രുപദനെ ബന്ധിച്ചു. അദ്ദേഹത്തിന്റെ പരാജയം കണ്ടപ്പോൾ പാഞ്ചാല സൈന്യവും ഭയത്താൽ ചിതറിയോടി. ശേഷം അർജുനൻ ബന്ധിതനായ ദ്രുപദനെ ദ്രോണരുടെ കാൽക്കൽ കൊണ്ടുവന്ന് കാഴ്ചവെച്ചു. പരാജിതനായ ദ്രുപദനെ നോക്കി ദ്രോണർ പറഞ്ഞു, ഹേ ദ്രുപദ, പണ്ട് നാം സുഹൃത്തുക്കളായിരുന്നു എന്നത് മറന്നുകൊണ്ട്
നിന്റെ അടുക്കൽ സഹായം ചോദിച്ചെത്തിയ എന്നെ നീ എന്ന് അപമാനിച്ച് ഇറക്കി വിട്ടു. ഇന്നിതാ നീയും നിന്റെ രാജ്യവും എനിക്ക് സ്വന്തം. നീയോ എല്ലാം നഷ്ടപ്പെട്ട ഒരു ദരിദ്രനും. എങ്കിലും പണ്ട് ആശ്രമത്തിൽ നമ്മൾ ഒരുമിച്ച് കളിച്ചു വളർന്നത് തന്നെ ഞാൻ ഇന്നും ഓർക്കുന്നു. ആയതിനാൽ നിന്നെ ഇനിയും സുഹൃത്തായി തന്നെ കാണുവാനാണ് എനിക്കിഷ്ടം. നിനക്ക് സമ്മതമാണെങ്കിൽ നിന്റെ രാജ്യത്തിന്റെ പകുതി ഞാൻ നിനക്കിപ്പോൾ തിരിച്ചു തരാം. ശേഷം ദ്രോണരുടെ കാരുണ്യത്തെ പുകഴ്ത്തി തന്റെ പകുതി രാജ്യവും വാങ്ങി തിരികെ പോയി. ദ്രോണരും ഏറെ സന്തുഷ്ടനായി.